അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ടു ദ സ്പെക്ടർ വ്ളോഗ്സ്. എൻ്റെ പേര് അഭിരാം, അബി സ്പെക്ടർ, അബി എന്നൊക്കെ എല്ലാവരും വിളിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിക്കാം. പിന്നെ ക്യാമറ ആയിട്ട് നിൽക്കുന്നത് അഖിലേഷ്. എന്താ പറയുക, ഞങ്ങളുടെ ഒരു പുത്തൻ ഒരു ചാനലാണ്, നമ്മുടെ ഒരു വ്ളോഗിങ് ചാനൽ. ഈ ചാനലിൽ കൂടെ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഡെയിലി വ്ളോഗ്സ്, പിന്നെന്താ പറയുക, ഈ നമ്മുടെ ഓരോ സ്ഥലങ്ങളിൽ ഇപ്പം യാത്ര ചെയ്യുന്നത്, പിന്നെ അങ്ങനത്തെ ഓരോന്ന്. നിങ്ങളുടെ സപ്പോർട്ട് എങ്ങനെ ആയിരിക്കും എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എന്താ പറയുക, ഞങ്ങൾ നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെ പ്രതീക്ഷയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. നമ്മൾ ചെയ്യുന്നതൊക്കെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്താണേലും നിങ്ങൾക്ക് തോന്നുന്ന ആരും നിങ്ങൾ കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിനകത്തോടെ നമ്മൾ ഡെയിലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോസ് എന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ഡെയിലി വ്ളോഗ്, നമ്മുടെ എന്താ പറയുക, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന ഓരോന്നിനെ പറ്റിയൊക്കെ ഉള്ള വീഡിയോ. പിന്നെ ഈ പറഞ്ഞാൽ നമ്മൾ ഓരോ യാത്രകൾ പോകുന്ന എന്താ പറയുക, ഈ ട്രാവൽ വ്ളോഗ് പോലത്തെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, നമ്മുടെ പരിചയത്തിലുള്ള കുറച്ച് വെറൈറ്റി വണ്ടികളുടെയൊക്കെ അങ്ങനത്തെ കുറച്ച് വണ്ടി റിലേറ്റഡ് വീഡിയോസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് മെയിൻലി നോക്കുന്നത്. എന്നാലും കൂടുതൽ ഫോക്കസും മിക്കവാറും ട്രാവൽ വ്ളോഗിലോട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ വ്ളോഗും കൂടുതലും വരുന്നത് ട്രാവൽ വ്ളോഗ്സ് പോലത്തെ ആയിരിക്കും. എന്ന് വെച്ചാൽ 90% ട്രാവൽ വ്ളോഗ്സ് ആണെന്നല്ല പറയുന്നത്, നമ്മൾ ഇടുന്നത് കൂടുതൽ. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതിലെല്ലാം കയറി വരും. അപ്പോൾ ഈ നമ്മൾ തുടക്കക്കാരെന്നുള്ള ഒരു രീതിക്ക് നമ്മൾ വീഡിയോസ് ഇടാൻ ഉദ്ദേശിക്കുന്ന ആഴ്ചയിലൊരു 3 എണ്ണം എന്നുള്ളൊരു രീതിക്കാണ്. അതായത് ചൊവ്വാഴ്ച, പിന്നെ അത് കഴിയുമ്പോൾ വെള്ളി, പിന്നെ ഞായർ, അങ്ങനത്തെ ഒരു പാറ്റേൺ പിടിച്ചു പോകുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനും അവനും ആണെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത്. അതായത് ഈ ഇങ്ങനെ ഒരു ക്യാമറയും പിടിച്ച് അതിൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത്, ലൈക്ക് ഒരു സ്റ്റേജിൽ പോലും കയറാം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കുറച്ച് പേരുടെ മുന്നിൽ ഇങ്ങനെ നിന്ന് സംസാരിച്ച് പോലും ഒരു ശീലമില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കുറേ കാര്യത്തിൽ നമുക്ക് കുറേ പ്രശ്നങ്ങൾ കാണും. ഇപ്പം ഞാൻ പറയുന്ന രീതിയിൽ, അപ്പം മൊബൈൽ അല്ലെ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ, ഇതിലൊക്കെ കുറേ പ്രശ്നങ്ങൾ കാണും. നിങ്ങൾ എന്ത് പറഞ്ഞാലും, ഇപ്പം നിങ്ങൾ സജഷൻ പറഞ്ഞാലും, നിങ്ങൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞാലും, നമ്മളത് ആ റെസ്പെക്റ്റ് അല്ലെങ്കിൽ ആ വാല്യൂ തന്നെ നമ്മളത് എടുക്കത്തുള്ളൂ. നിങ്ങൾ ഈ പറഞ്ഞാലും, നമ്മൾ ചെയ്യുന്ന തെറ്റുകളാണെങ്കിലും നല്ലതാണെങ്കിലും നിങ്ങളെ സംഭവം ഒന്ന് കമൻ്റായിട്ടോ അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് എങ്ങനെയൊക്കെ ഒന്ന് പറയാം. അന്നും ഇന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പക്ക ഒരു എൻ്റർടൈനിങ് ചാനൽ എന്നുള്ള ഒരു സ്കീമാണ് നമ്മൾ പിടിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരിക്കലും നമ്മുടെ ഒരു ഫസ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ഇടുന്നൊരു സാധനമല്ല. ജസ്റ്റ് നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ, അതായത് ഇപ്പം ഞങ്ങൾ എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഇനി ഇടാൻ പോകുന്ന കണ്ടൻറ്റ് എന്താണ്, അങ്ങനത്തെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമാണിത്. ഈ പറഞ്ഞ ഉടനെ തന്നെ, അതായത് വലിയ ഡിലേ ഒന്നും ഇല്ലാതെ മാക്സിമം പെട്ടെന്ന്, അതായത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒരു ഷെഡ്യൂൾ ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച, ഞായറാഴ്ച, ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ആദ്യത്തെ ഒരു വ്ളോഗ് ഇട്ട് തുടങ്ങുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ മാക്സിമം എഫോർട്ട് ഇട്ട് നമ്മൾ ഇതിന് വേണ്ടി തന്നെ നമ്മൾ പരിശ്രമിക്കും. അങ്ങനെ ഒന്ന് നമ്മൾ ട്രാക്കിൽ കയറിയാൽ മാക്സിമം നമ്മളത് കീപ്പ് ചെയ്യാൻ നോക്കും. ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ മാസം വീഡിയോ ഇട്ടു, അത് കഴിഞ്ഞ് അടുത്ത മാസം, അങ്ങനത്തെ ഒരു സ്കീം പിടിക്കാതെ മാക്സിമം നമ്മൾ ഈ ഒരു രീതിയിലത്തെ തന്നെ ഒരു പാറ്റേൺ പിടിച്ച് എന്താ പറയുക, ആക്റ്റീവായിട്ട് നിൽക്കാൻ തന്നെ ശ്രമിക്കും. അപ്പോൾ ഗൈസ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ നമ്മുടെ ആദ്യത്തെ ഒരു വ്ളോഗ് അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നമ്മൾ എന്നെക്കുറിച്ചും അല്ലെങ്കിൽ ഞങ്ങളെക്കുറിച്ചും ഞങ്ങൾ ആദ്യത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയും എനിക്ക് തോന്നുന്നില്ല നമ്മളങ്ങനെ ഒത്തിരി ഇതിനെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങളുണ്ടെന്ന്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജായിട്ട് പേഴ്സണലായിട്ട് അയക്കാൻ അങ്ങനെ അയക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും നിങ്ങൾ നമ്മളോട് പറയാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് ആദ്യത്തെ ഒരു വീഡിയോ കൂടെ പറയാനുള്ളത്. അപ്പോൾ എന്താ ഇനി പറയാനുള്ളത്? ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുകൂടി നമ്മൾ ഈ ഒരു വീഡിയോ കൂടി എൻഡ് ചെയ്യുകയാണ്. ഇനിയൊരു പുത്തനൊരു വ്ളോഗ് കാണാമെന്നുള്ള ഒരു പൂർണ്ണമായ വിശ്വാസത്തിൽ സൈനിങ് ഓഫ്.